Next topic we are going to discuss is type conversion. എന്താണ് ടൈപ്പ് കൺവേർഷൻ? ആ ഒരു പേരിൽ തന്നെ അറിയാം. കൺവേർട്ട് ചെയ്യുക, ഒരു ഡേറ്റ ടൈപ്പിനെ വേറെ ഡേറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് പ്രോസസ് ഓഫ് കൺവേർട്ടിങ് എ വാല്യൂ ഫ്രം വൺ ഡേറ്റ ടൈപ്പ് ടു അനദർ. അതായത് സ്ട്രിങ്ങിൽ നിന്ന് ഇൻഡിജർ ആക്കുക, ഇൻഡിജറിൽ നിന്ന് സ്ട്രിങ് ആക്കുക, ദെൻ ബൂളിയനെ നമ്പർ ആക്കുക, എക്സെട്ര. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ ടൈപ്പ് കൺവേർഷൻ ഉണ്ട്. ഒന്ന് ഇംപ്ലിസിറ്റ്ലി, എക്സ്പ്ലിസിറ്റ്ലി. ഇംപ്ലിസിറ്റ്ലിനെ ടൈപ്പ് കൺവേർഷൻ എന്നും പറയും, എക്സ്പ്ലിസിറ്റ്ലിനെ ടൈപ്പ് കാസ്റ്റിംഗ് എന്നും പറയും. സോ വേറെ പേരിൽ ചോദിച്ചാൽ എന്താണ് ടൈപ്പ് കൺവേർഷനും ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക. ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ്ലിയും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് കാസ്റ്റിംഗുമാണ്. സോ ഫസ്റ്റ് നമുക്ക് പഠിക്കാം ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. സോ ഞാൻ ബോഡിക്ക് ജസ്റ്റ് കൊടുക്കുവാണ് എന്നൊരു ഹെഡിങ്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരുണ്ട് ടൈപ്പ് കോഷൻ. COERCION. സോ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓട്ടോമാറ്റിക് കൺവേർഷനാണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മാനുവൽ ആയിട്ടല്ല, എക്സ്പ്ലിസിറ്റ്ലി അല്ല, ഇംപ്ലിസിറ്റ്ലി ഓട്ടോമാറ്റിക്കാണ്. ഇംപ്ലിസിറ്റ് മീൻസ് ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷനാണ്. ഓട്ടോമാറ്റിക് കൺവേർഷൻ ഓഫ് വൺ ഡേറ്റ ടൈപ്പ് ടു അനദർ വെൻ പെർഫോമിങ് ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡേറ്റ ടൈപ്പിന് വേറെ ഡേറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഫോർ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഞാൻ 5 എന്ന് കൊടുത്തു +3. ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഞാൻ 5 കൊടുത്തു +3. സോ ജസ്റ്റ് ഞാൻ കൊടുക്കുകയാണ് document dot write off result. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെ ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. 53 ആണ് വന്നത്. 53 മീൻസ് 5 എന്തായിട്ട് എടുത്തു? സ്ട്രിങ് ആയിട്ട് എടുത്തു. 5 സ്ട്രിങ് ആയിട്ട് എടുത്തു. അപ്പോൾ 3 എന്തായിട്ട് എടുത്തു? 3യും സ്ട്രിങ് ആയിട്ട് എടുത്തിരിക്കണം, എന്നാലേ 5 3 എന്ന് വരത്തുള്ളൂ, ഇല്ലേ? സോ ഇവിടെ എന്താ നടന്നെന്ന് വെച്ചാൽ ഒരു സ്ട്രിങ്ങും പ്ലസ് ഒരു നമ്പറും വന്നു കഴിഞ്ഞാൽ ആ നമ്പറിനെ എന്തായിട്ട് ആ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ നമ്പറിനെ എന്ത് ചെയ്യും? സ്ട്രിങ് ആയിട്ട്. ഈ നമ്പറിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ അതാണ് ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. സോ സ്ട്രിങ് പ്ലസ് നമ്പർ ആണെങ്കിൽ കൺവേർട്ട്സ് നമ്പർ ടു സ്ട്രിങ്. ഓക്കെ, ഒരു സ്ട്രിങ് പ്ലസ് ഒരു നമ്പർ ആണെങ്കിൽ കൺവേർട്ട്സ് ദ നമ്പർ ടു എ സ്ട്രിങ്. ഈ നമ്പറിനെ എന്താക്കും? സ്ട്രിങ് ആക്കും. നമ്പറിനെ സ്ട്രിങ് ആക്കും എന്ന് പറഞ്ഞാൽ 3നെ അവിടെ സ്ട്രിങ് ആക്കി, അതുകൊണ്ടാണ് അവിടെ 5 3 എന്ന് വന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് റൂള്. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഒരു സ്ട്രിങ്ങും അതിൻ്റെ കൂടെ പ്ലസ് ഒരു നമ്പറും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആ നമ്പറിനെയും കൂടെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് സ്ട്രിങ് മൈനസ് നമ്പർ വരുവാണെങ്കിൽ ഈ സ്ട്രിങ്ങിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. സോ നമുക്കിൻ്റെ ഔട്ട്പുട്ട് 5 - 3 2 എന്ന് കിട്ടണം. ഓക്കെ, സോ സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് മൈനസ് നമ്പർ വരുവാണെങ്കിൽ കൺവേർട്ട് സ്ട്രിങ്ങിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം നമ്പറായിട്ട് കൺവേർട്ട് കഴിഞ്ഞാൽ വിത്തിൻ ഡബിൾ കോട്ട്സുള്ള 5 എന്താ? വെറും 5 ആയിട്ട് മാറും. ദാറ്റ് ഈസ് 5 - 3 റിസൾട്ട് 2. ഇനി തേർഡ് എന്ന് പറഞ്ഞാൽ ബൂളിയനെ നമ്പർ ആക്കുന്നത്. ബൂളിയനെ നമ്പർ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ട്രൂ എന്ന് പറഞ്ഞാൽ 1 ആകും, ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പം റിസൾട്ട് ഇസ് ഈക്വൽ ടു ട്രൂ പ്ലസ് 2 ആണെന്ന് വിചാരിച്ചു. അപ്പം ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറും? 1 ആയിട്ട് മാറും. സോ റിസൾട്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 + 2 3, അതായത് ആൻസർ 3 എന്ന് വരും. യെസ്, അപ്പം ഇത്രയേ ഉള്ളൂ. ബൂളിയൻ്റെ നമ്പർ ആകും. ട്രൂ വന്നു കഴിഞ്ഞാൽ അത് 1 ആകും, ഫോൾസ് വന്നു കഴിഞ്ഞാൽ 0 ആകും. സോ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻ ആണ് ഫ്രം വൺ ഡേറ്റ ടു അനദർ. അതിൻ്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഒരു സ്ട്രിങ്ങും പ്ലസ് വെൻ പെർഫോമിങ് അർത്ഥമെറ്റിക് ഒരു ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോഴാണ് ഈ കൺവേർഷൻ നടക്കുന്നത്. അതായത് ഒരു സ്ട്രിങ്ങും പ്ലസ് ഒരു നമ്പറും വന്നു കഴിഞ്ഞാൽ ആ നമ്പറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സെക്കൻഡ് വൺ, ഒരു സ്ട്രിങ് മൈനസ് നമ്പർ വന്നു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനെ എന്താ നമ്പറാക്കി മാറ്റും. ഈ ബൂളിയൻ ടു നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ട്രൂ എന്ന് പറഞ്ഞാൽ 1 ആവും, ഫോൾസ് എന്ന് പറഞ്ഞാൽ 0 ആവും. ഇതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയും. ഇനി നമുക്ക് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ നോക്കാം. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻസ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മാനുവലി എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. ഈ എക്സ്പ്ലിസിറ്റ് മീൻസ് മാനുവലി വി നീഡ് ടു കൺവേർട്ട് ടൈപ്സ് യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. സോ ഇംപ്ലിസിറ്റ് കൺവേർഷൻ നമുക്കറിയാം, നമുക്ക് വിചാരിക്കുന്ന പോലെ അല്ല, അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് എക്സ്പ്ലിസിറ്റ് കൺവേർഷനാണ് നോർമലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. നോർമലി ഫോൾസ് വാല്യൂസ് എല്ലാം ഫോൾസ് തന്നെ ആവും വെൻ കൺവേർട്ടഡ് ടു ബൂളിയൻ. ഫോൾസ് വാല്യൂസ് ആയ ഇപ്പോൾ 0, നള്ള്, അൺഡിഫൈൻഡ് അങ്ങനെയൊക്കെ വരുന്നതെല്ലാം എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ബൂളിയനായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ നമുക്ക് നോക്കാം എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ കണ്ടായിരുന്നു. കാരണം രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോംപ്റ്റ് യൂസ് ചെയ്യുമ്പം ഒരു നമ്പർ യൂസറിന് ഗെറ്റ് ചെയ്യണേ നമ്മൾ പ്രോംപ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യും. ബട്ട് പ്രോംപ്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സ്ട്രിങ്ങിനെ നമ്മൾ രണ്ട് സ്ട്രിങ് ആഡ് ചെയ്യുമ്പോഴത്തേ അല്ലെങ്കിൽ ഇടയ്ക്ക് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ടേ മാറത്തുള്ളൂ? അതൊരു സ്ട്രിങ് ആയിട്ടേ മാറത്തുള്ളൂ. സോ ആ ഓരോ നമ്പേഴ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലിസിറ്റ്ലി യൂസ് ചെയ്യണം. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യണം. സോ ഒരു നമ്പറിനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഇതൊരു നമ്പറാണ്, 42 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നം 10 എന്ന് കൊടുത്തു, നം 1 എന്ന് പറഞ്ഞ 10 എന്ന് കൊടുത്തു. ലെറ്റ് നം 2 എന്ന് പറഞ്ഞ ഒരു 20 കൊടുത്തു. നം 2 എന്ന് പറയുന്ന ഒരു 20 കൊടുത്തു. ദെൻ ഞാൻ എന്ത് ചെയ്യാം? റിസൾട്ടിനെ ഞാൻ റിസൾട്ട് ഈസ് ഈക്വൽ ടു ജസ്റ്റ് ഞാൻ നം 1 പ്ലസ് നം 2 എന്ന് കൊടുത്തു. എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ഞാൻ പ്രിൻ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഓഫ് റിസൾട്ട്. സോ എന്ത് വന്നു? 10 + 20. കാരണം ഇവിടെ പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടില്ല, നമ്മൾ ഡയറക്റ്റ് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. സോ അത് നമ്പർ ആയിട്ട് തന്നെ എടുക്കും. എനിക്ക് ഈ നമ്പറിനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യണം. സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് എങ്ങനെ വരും? 10, 20 എന്ന് വരും, 1020 എന്ന് വരും.
സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ ജസ്റ്റ് സ്ട്രിങ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. സ്ട്രിങ് ഓഫ് നം1. ഇപ്പം നം1 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ അതിൻ്റെ അകത്ത് 10 ആണ് ഉള്ളത്. സോ സ്ട്രിങ് ഓഫ് 10 എന്ന് പറഞ്ഞാൽ അത് നമ്പർ ആയിരിക്കില്ല, സ്ട്രിങ് ആയിരിക്കും. ഇവിടെയും സ്ട്രിങ് ഓഫ് എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ എന്ത് കൊടുക്കണം? ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 1020 കിട്ടണം. എന്തുകൊണ്ടാണ്? കാരണം നം1ൻ്റെ അകത്ത് 10 ആണ്, പക്ഷെ സ്ട്രിങ് ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10 എന്തായി? ഒരു സ്ട്രിങ് ആയി. സോ ഒരു സ്ട്രിങ് 10 പ്ലസ് അടുത്ത സ്ട്രിങ് ഓഫ് നം2 20. അപ്പോൾ സ്ട്രിങ് ഓഫ് നം2 സ്ട്രിങ് ഓഫ് 20 എന്ന് പറഞ്ഞാൽ 20 അവിടെ നമ്പർ അല്ല, സ്ട്രിങ് ആയി. അപ്പോൾ രണ്ട് സ്ട്രിങ്ങിൻ്റെ കൂടെ ഇടയ്ക്ക് പ്ലസ് ചേർത്ത് കഴിഞ്ഞാൽ കൺകാറ്റനേറ്റ് ചെയ്ത് വരും. സോ 1020 എന്ന് വരും. ഓക്കെ, ഇവിടെ എന്താ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തു. നമ്പറിനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ബൂളിയനിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. ബൂളിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സപ്പോസ് ഞാൻ നം1 ഇസ് ഈക്വൽ ടു ഞാൻ 0 എന്ന് കൊടുത്തു. സപ്പോസ് ഞാൻ നം1 0 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ബൂളിയനിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ ഞാൻ ജസ്റ്റ് r is equal to ബൂളിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ എന്താണ്? ബൂളിയൻ. ഓക്കെ, ബൂളിയൻ ഓഫ് നം1 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആറിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ട്രൂ എന്ന് വരും. എന്തുകൊണ്ട് ട്രൂ വന്നു? കാരണം ഞാനിവിടെ എന്ത് കൊടുത്തു? ഒരു വാല്യൂ കൊടുത്തു. വാല്യൂ കൊടുത്തത് കൊണ്ടാണ് ബൂളിയൻ ഓഫ് ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വാല്യൂ ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ട്രൂ വന്നത്. ഇപ്പം ഞാനിവിടെ 0 കൊടുത്തു എന്ന് വിചാരിച്ചു, ഫോൾസ് വരും. അതാണ് ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് വരും. 0യോ നള്ളോ അൺഡിഫൈൻഡോ വന്നു കഴിഞ്ഞാൽ ബൂളിയൻ്റെ ഏത് നമ്പറിൻ്റെ ബൂളിയനാണ് കണ്ടുപിടിക്കുന്നത്, ആ നമ്പറിൻ്റെ വാല്യൂ ഇപ്പം 0യോ നള്ളോ വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്ന ഫോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇത് നം1 ഇസ് ഈക്വൽ ടു 10 എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ ട്രൂ ആയിരിക്കും. 0 ആണെങ്കിൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. സോ ഇതാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ. സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാം, നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാം, ബൂളിയനിലോട്ട് കൺവേർട്ട് ചെയ്യാം. So 2 types of conversions ഉണ്ട്, implicit and explicit. Type cohesion and type casting.